Hey all, this is Shibina, your mentor. Welcome to How to Make It Easy. നമ്മൾ കുറേ ആയില്ലേ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാട് എക്സാംസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് എൻക്വയറീസ് ഒക്കെ ഉള്ളതുകൊണ്ട് തിരക്കായിരുന്നു. ഇപ്പോൾ എന്താ റിസൾട്ട് വരികയാണ്, അപ്പോൾ നിങ്ങളൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. എങ്ങനെയാണ് റിസൾട്ട് നോക്കുക എന്ന കാര്യം നിങ്ങൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കും തോന്നി. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യാം, റിസൾട്ടായിട്ട് ബന്ധപ്പെട്ട് പേടിക്കേണ്ട എന്നൊക്കെ വിചാരിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ എന്തായാലും ലൈവ് ആയിരിക്കും. നമുക്ക് എങ്ങനെയാണ് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ നോക്കി വെക്കാം. അപ്പോൾ പേടിച്ചിരിക്കുന്ന എല്ലാവരും കൂളായിട്ട് ഈ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് റിസൾട്ട് ചെക്ക് ചെയ്യുന്നത്, ഏതൊക്കെ വെബ്സൈറ്റ്സ് ആണ്, ഏതൊക്കെ ആപ്സ് ആണല്ലോ എന്നൊക്കെ നോക്കി വെക്കാം. അപ്പോൾ മെയിൻ ആയിട്ട് SSLCന്റെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റ്സ് ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക, ഒന്നല്ലെങ്കിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ട് വെക്കുക. അപ്പോൾ 9-ാം തീയതി റിസൾട്ട് വരുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണിക്കുക. അവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കാനുണ്ടാകും. അത് രണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് തെറ്റിക്കാതെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഇപ്പോൾ 4 മണിക്കാണ് പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 4 മണി ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ നല്ല റിസൾട്ട് അവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ 4 മണിന്റെ മുന്നേ അല്ലെങ്കിൽ 3:30-ക്കോ 3:55-നോ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് റെഡ് കളറിൽ കാണിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അയ്യോ ഞാൻ തോറ്റുപോയി റിസൾട്ട് കാണുന്നില്ല എന്നൊന്നും വിചാരിക്കേണ്ട. അത് റിസൾട്ട് പബ്ലിഷ് ചെയ്യാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ എല്ലാവർക്കും നല്ല റിസൾട്ട് തന്നെ കിട്ടട്ടെ, എല്ലാവർക്കും ഫുൾ A+ കാര്യങ്ങളൊക്കെ കിട്ടട്ടെ. നിങ്ങൾക്ക് ഫുൾ A+ കിട്ടിയില്ലെങ്കിൽ അതൊരു പ്രശ്നമല്ല. അപ്പോൾ ഇങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക വെബ്സൈറ്റിലൂടെ. അതുകൂടാതെ തന്നെ 3 നല്ല ആപ്സും വരുന്നുണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് iOS-ലും അതുപോലെ തന്നെ Android-ലും ഒക്കെ അവൈലബിൾ ആണ്. സഫലം എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിൽ നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്താൽ വേണ്ടി മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ iExams എന്ന് പറയുന്ന ഒരു ആപ്പ് വരുന്നുണ്ട്, പിന്നെ PRD Live എന്ന് പറയുന്ന ആപ്പും വരുന്നുണ്ട്. ഈ 3 ആപ്സ് നല്ല ആപ്സ് ആണ്. ഇതിൽ നിങ്ങൾക്ക് റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ചാടി കയറിയപ്പോൾ 4 മണി എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ആ 4 മണിക്ക് തന്നെ നോക്കാൻ തുടങ്ങുമ്പോൾ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ജാം ആയിട്ട് നിങ്ങൾ റിസൾട്ട് കിട്ടാൻ കുറച്ച് പ്രശ്നമായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് കുറച്ചൊന്ന് സ്ട്രെസ് ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. അതൊന്നും പ്രശ്നമില്ല, നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് കിട്ടും. ഇനി തോറ്റു പോവോ ജയിച്ചു പോയോ എന്ന് ആലോചിച്ച് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് റിസൾട്ട് നോക്കുക. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കിയൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ +1 അഡ്മിഷൻ, അലോട്ട്മെന്റ് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ആരും മറക്കണ്ട. അപ്പോൾ റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.